ദേ ഷബാബ് ഇന്ന് പോകുന്നുണ്ടല്ലോ ഷാർജ കോർഫക്കാൻ. ഈ സ്കൂൾ വെക്കേഷന് ഫാമിലിയൊക്കെ ആയിട്ട് പോയി ചില്ല് ചെയ്യാൻ പറ്റിയ കിടലിനൊരു ഏരിയ ആണ്. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളിന്ന് പോകുന്നത് ഷാർജയിലെ കോർഫഖാനിലേക്കാട്ടോ. അജ്മാനിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക്. പകല് ചൂട് കൂടുതലായതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. നമ്മൾ പോകുന്നത് കോർഫഖാൻ റോഡ് വഴിയാണ്. ഈ റോഡ് പണിതിട്ട് ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. ഈ ഒരു റോഡ് വന്നതിന് ശേഷം ഈ കോർഫഖാനിലേക്കുള്ള യാത്രയൊക്കെ വളരെ എളുപ്പമായതും അവിടുത്തെ ടൂറിസം ഒക്കെ വികസിച്ചതും. 85 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് പണിതേക്കുന്നതും മലകളും കുന്നുകളും ഒക്കെ ഇടിച്ചു നിരത്തിയും തുരന്നു നോക്കിയാണ്. 5 തുരങ്കങ്ങളാണ് ഈ ഒരു റോഡിലുള്ളത്. അതിൽ ഏറ്റവും വലിയ തുരങ്കത്തിന് 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കോർഫഖാനിൽ ഒത്തിരി ഹിസ്റ്റോറിക്കൽ പ്ലേസും വാദിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പോകുന്നത് 3 ലൊക്കേഷനിലേക്കാട്ടോ. വാട്ടർഫോൾ, ആംഫി തിയേറ്റർ, പിന്നെ അൽസോബ റെസ്റ്റ് ഏരിയ. ഇങ്ങോട്ട് പോകാനുള്ള കറക്റ്റ് ലൊക്കേഷനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ടണലാട്ടോ 2.7 കിലോമീറ്റർ ദൂരമുള്ള ടണൽ. ഈ ടണലിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ദൂരം കൂടിയ കവേർഡ് ആയിട്ടുള്ള ടണൽ. അങ്ങനെ ടണലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ കോർഫഖാൻ എത്തി. ആദ്യം പോയത് വാട്ടർഫോളിലേക്കാട്ടോ. ഇത് ശരിക്കും ഒരു നാച്ചുറൽ വാട്ടർഫോൾ അല്ല. ഇത് ഈ കോർഫഖാനിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വാട്ടർഫോൾ ആണ്. പിന്നെ ഈ വാട്ടർഫോളിന് നേരെ മുമ്പിലായിട്ടോ കോർഫഖാൻ ബീച്ച് വരുന്നത്. അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബീച്ചുമാണ്. നമ്മൾ മുമ്പ് ഒരിക്കലും ഇവിടെ പോയിട്ടുള്ളത് കൊണ്ടാണ് ഇത്തവണ അങ്ങോട്ട് പോകാത്തത്. പിന്നെ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള ആംഫി തിയേറ്റർ ഈ വാട്ടർഫോളിനോട് ചേർന്ന് തന്നെയായിട്ടുള്ളത്. ഷാർജയുടെ ഒരു കൾച്ചറൽ ലാൻഡ് മാർക്കായിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഓപ്പൺ തിയേറ്ററിന്റെ മാതൃകയിൽ ഒരേ സമയം 3000 പേർക്ക് വരെ ഇരുന്ന് ഷോ കാണാവുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു ആംഫി തിയേറ്റർ റെഡിയാക്കുന്നത്. മെയിൻ ആയിട്ടും വീക്കെൻഡിലാണ് ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. പിന്നെ ഈ ആംഫി തിയേറ്ററിന്റെ മുമ്പിലാണെങ്കിലും ഒത്തിരി സ്പേസ് ഉണ്ട്. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള ബെഞ്ചും പൂന്തോട്ടവും അങ്ങനെ എല്ലാം കൂടി അടിപൊളിയായിട്ടാണ് ഇവർ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നേരം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള അൽസോബ റെസ്റ്റ് ഏരിയയിലേക്കാണ്. റെസ്റ്റോറന്റും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും വാഷ്റൂം ഫെസിലിറ്റീസും എല്ലാം ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. മലമുകളിലായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന പോലെ വലിയ വളവും തിരിവൊക്കെ തിരിഞ്ഞുള്ള ഒരു യാത്ര. മരങ്ങളും പച്ചപ്പും ഒന്നും ഇല്ലെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞങ്ങൾ അങ്ങനെ ഏറ്റവും മേളിലെത്തി. കേട്ടറിവിനേക്കാളും വലുതാണ് കണ്ടറിവെന്ന് പണ്ടാരോ സിനിമയിൽ പറഞ്ഞായിട്ട് ഓർക്കണം. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കാഴ്ച. ദൂരെ നോക്കി കഴിഞ്ഞാൽ തനി പറക്കം തെളിയാ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ തന്നെയാട്ടോ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർഫഖാൻ സിറ്റി മുഴുവനും അതുകൂടാണ്ട് ഈ കടലിന് നടുക്ക് നങ്കൂരിട്ടാണ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. ഇരുട്ടുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൺസെറ്റിന്റെ മനോഹാരിതയും പിന്നെ ഇതുപോലെ രാത്രിയായി കഴിഞ്ഞാലുള്ള നൈറ്റ് വ്യൂവും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുള്ളത് കൊണ്ട് കുഞ്ഞിനും അധികം ബോറടിച്ചില്ല. സ്ഥിരം പാർക്കിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പിച്ച് അവൻ അതിൽ റോപ്പിലേക്ക് കയറി കളിച്ചാണൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ കുറെ ഏറെ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. കാരണം അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ അങ്ങനെയാട്ടോ ഉള്ളത്. നമ്മൾ പിന്നെ വീക്ക് ഡേയ്സിലെ പോയതുകൊണ്ട് ഒത്തിരി തിരക്കുണ്ടായിരുന്നില്ല. പറഞ്ഞ് സമയം പോയതായിരുന്നില്ല. എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിക്കണം. അവിടെ നേരെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പിന്നെ ആ ബെല്ലോടൊന്ന് ഞെക്കി വെച്ചാൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും പിന്നെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും.